ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതൊരു ലയബിലിറ്റി ആയിരിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നു. എക്സാമ്പിളായിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പാണെന്ന് വിചാരിക്കുക. വർക്ക്ഷോപ്പിൽ ഒരു കസ്റ്റമർ ഒരു റിപ്പയറിങ്ങിന് ഒരു വാഹനം കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 റുപ്പീസ് ആണെന്ന് പറയുന്നു. നമ്മൾ എന്ത് വാങ്ങുന്നു? 5,000 രൂപ അഡ്വാൻസ് വാങ്ങുന്നു. ഈ 5,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? സാധനം നന്നാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് എന്തായിട്ട് കാണിക്കും? ലയബിലിറ്റി ആയിട്ട് കാണിക്കും. ഇവിടെ 10,000 രൂപ നമുക്ക് എന്ത് കിട്ടി? കമ്മീഷനായിട്ട് കിട്ടി. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, നമുക്ക് കിട്ടിയതാണ്, ഇൻകമാണ്. പിന്നീട് എന്ത് ചെയ്തു? 5,000 രൂപ നമ്മൾ അഡ്വാൻസ് വാങ്ങി. ഈ 5,000 വാങ്ങിയത് ലയബിലിറ്റിയാണ്. അപ്പോൾ ടോട്ടല് കിട്ടിയ തുക എന്ന് പറയുന്നത് 15,000 ആണ്, 15,000 രൂപ. അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇൻകം സൈഡിലായിട്ട് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും? ടോട്ടൽ കിട്ടിയ 15,000 കാണിക്കും. പക്ഷേ നമുക്ക് അഡ്വാൻസ് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കുറയ്ക്കണം. ലെസ് അഡ്വാൻസ് 5,000, ടോട്ടൽ എമൗണ്ട് എത്ര വരും? 10,000. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്കറിയാം കമ്മീഷൻ അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത്, ഇൻകം അഡ്വാൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ കമ്മീഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിച്ചു? 5,000 കാണിച്ചു.